ahorita se jode botín cuando visita su abuela. Si necesita una amiga, debe hablar con un ratoncito. Si quieres ser mi amante, debe ser alta y delgadita. Lunes, martes, ratones, pez. Miércoles, jueves, todo. Lunes, martes, ratones, pez. Miércoles, jueves. ഹലോ ഫ്രണ്ട്സ്, ഞാൻ റസിൻ, ഞാൻ വിഷ്ണു. എല്ലാവർക്കും രമേഷ് ആൻഡ് സുരേഷ് വ്ലോഗ്സിൻ്റെ പുതുപുത്തൻ വീഡിയോയിൽ ഹാർദമായ സ്വാഗതം. ഞങ്ങളിപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് എന്ത് ഡാമാണ്? അരുവിക്കര ഡാം. ഒരു ചെറിയ ഡാമാണ്. അങ്ങനെ മനോഹരമായ കാഴ്ചയാണ്. വലിയ ജനത്തിരക്കുള്ള ഏരിയ അല്ല. രാവിലത്തെ ഞങ്ങൾ PWD റെസ്റ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഞങ്ങളുടെ ഫസ്റ്റ് സ്ഥലമാണ് ഇന്നത്തെ ഞങ്ങളുടെ സെക്കൻഡ് ദിവസത്തെ ഫസ്റ്റ് പ്ലേസ്. ഇന്ന് കുറേ യാത്രകൾ ചെയ്യാൻ വേണ്ടി പ്ലാനുണ്ട്. ഞങ്ങളെന്തായാലും ഫസ്റ്റ് സ്ഥലത്തെ തന്നെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്തിട്ട് അധികം ടൈം വേസ്റ്റ് ചെയ്യാതെ തന്നെ അടുത്ത സ്ഥലത്തേക്ക് പോവാം. അതെ, അപ്പോൾ നമുക്ക് ആ സ്ഥലത്തേക്ക് കയറി പോവാം. അത്യാവശ്യം വലിയ പാർക്കിംഗ് സ്പേസ് ഉള്ള ഇവിടെ 2-3 ടൂറിസ്റ്റ് ബസ്സുകൾ കിടപ്പുണ്ട്. തൊട്ടടുത്താണെങ്കിൽ വെള്ളമോ സ്നാക്സോ മേടിക്കാനുള്ള കടയൊക്കെ ഉണ്ട്. ആളുകൾ വട്ടം കൂടിയിരുന്ന് കുടിക്കുകയും കഴിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കുട്ടികളെ ആകർഷിക്കാനുള്ള കളിപ്പാട്ടങ്ങളുടെ വലിയ നിര തന്നെ ഇവിടെ കാണാൻ കഴിയും. ഡാമിന്റെ കാഴ്ച കാണാനായിട്ട് ആദ്യം ഇറങ്ങിപ്പോകുന്നത് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പാർക്കിലേക്കാണ്. ശിവ പാർക്ക് എന്നാണ് അതിന്റെ പേര്. നിറയെ കുട്ടികൾ കളിക്കുന്നതിനിടയിൽ കൂടെ ഡാമിന്റെ അരികിലെത്താം. മറ്റു പല ഡാമുകളും ഞങ്ങൾ സന്ദർശിക്കുമ്പോൾ അവിടെ വെള്ളം കാണാറില്ല. പക്ഷേ എന്തോ ഭാഗ്യത്തിന് ഇവിടെ വെള്ളമുണ്ട്. ഷട്ടർ കുറച്ച് ഓപ്പൺ ചെയ്തേക്കുവാണ്. ഇവിടെ എല്ലാ സമയത്തും ഇങ്ങനെയാണോന്ന് അറിയില്ല. അറിയാവുന്നവർ താഴെ കമന്റ് ചെയ്യൂ. ഒരു വശത്ത് ഇരച്ചിറങ്ങുന്ന വെള്ളത്തിന്റെ ഇരമ്പൽ, മറുവശത്ത് പാർക്കിൽ കളിക്കുന്ന കുട്ടികളുടെ കലവില ശബ്ദം. അതുകൊണ്ട് ശാന്തമായ സ്ഥലമല്ലെങ്കിലും പ്രകൃതിയുടെ ഭംഗിയിൽ അല്പം കൂടി ശാന്തത കണ്ടെത്താൻ ഇവിടെ തന്നെ കുറച്ചുകൂടി മുൻപോട്ട് പോകാം. അതിനു മുമ്പ് ആ സ്ഥലം കാണിച്ചു തന്നത് ഈ സുഹൃത്താണ്. ഓനോടത്തെ കാര്യങ്ങളും ഞങ്ങൾക്ക് ഇനിയും കാണാനുള്ള സ്ഥലങ്ങളും അവിടുത്തെ സംസ്കാരവും ഒക്കെ വിശദീകരിക്കുകയാണ്. പിന്നെ വാഴിച്ചൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വെള്ളച്ചാട്ടം. വാഴിച്ചാൽ വെള്ളച്ചാട്ടം. പക്ഷെ അവിടെ വെള്ളച്ചാട്ടം എന്ന് മഴ സമയത്ത് വരവുള്ളൂ. പക്ഷെ വെള്ളം വരുന്നുണ്ട്. പക്ഷെ നല്ല രീതിയിൽ കാണുന്നുണ്ട്. മഴ സമയത്ത് വരണം. അതൊരു റബ്ബറും തോട്ടത്തിനകത്ത് വല്ല വന്നോ? അല്ലല്ല, റോഡ് സൈഡില്ല. വാഴിച്ചൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് റോഡ് സൈഡിൽ തന്നെയാണ് വെള്ളച്ചാട്ടം. അത് ഇവിടുന്ന് എത്ര ദൂരം കാണും? ഈ പോകുന്ന റോഡിൽ തന്നെയാണ്. അവിടെ പോകുന്ന എവിടെ? ഇതിനപ്പുറം ആ ക്ഷേത്രത്തിൽ അവിടെ പോകാനൊക്കും. ശരി. അതിലെ ഇറങ്ങി നടന്നു പോകാം. നമ്മളിപ്പോൾ നിൽക്കുന്നതിന്റെ മറുകരയിൽ അവിടെ പൂട്ടിയിട്ടിരിക്കുകയാണ്. അവിടെ ഇറങ്ങാൻ കഴിയില്ല, കാരണം അത് ബലിമണ്ഡപമാണ്. ഇവിടെ കാണുന്ന ഈ വെള്ളത്തിൽ നിറയെ വലിയ മത്സ്യങ്ങളാണ്. പെരുത്ത മത്സ്യങ്ങളുടെ കൂട്ടം ഇവിടെ വരുന്ന കുട്ടികൾക്കും ഒരു അത്ഭുത കാഴ്ചയാണ്. ചെറുതും വലുതുമായ അനേകം ഇനത്തിലുള്ള മത്സ്യങ്ങൾ പൂണ്ട് വിളയാടുകയാണ്. ഇത്രയും പിടക്കണ മീനുണ്ടായിട്ടും ആരും അതിനെ പിടിക്കാത്തതെന്താ? സ്കൂൾ പിക്നിക് യാത്രകളിൽ എത്തിയ കുട്ടികൾ വളരെ ആവേശത്തോടെ നോക്കുകയും തീറ്റികൾ ഇട്ടുകൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ചിലരാണെങ്കിൽ ആ പാലത്തിന്റെ മുകളിൽ നിന്ന് പൊരിയോ കപ്പലണ്ടിയോ എന്തൊക്കെയോ മീൻ തീറ്റിയായിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ മുമ്പ് പരിചയപ്പെട്ട സുഹൃത്ത് ഇതിന്റെ പിന്നിലുള്ള ഐതിഹ്യത്തെ പറ്റിയും അവിടെ അടുത്തുള്ള ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിശ്വാസത്തെ പറ്റിയും ഞങ്ങളോട് പറഞ്ഞത്. ഇവിടെ നിറച്ച് മീനാണല്ലോ. ഇവിടുന്ന് മീൻ പിടിക്കാൻ പറ്റില്ല. ഇത് ഐതിഹ്യമുണ്ട്. അതാ ഇവിടെ മീൻ ഇത്രയും വളർന്നിരിക്കുന്നില്ലേ? എന്താന്ന് വെച്ചാൽ ഇവിടെ മുമ്പാരും മീൻ പിടിക്കാൻ വന്നാലും മീൻ പിടിച്ചുകൊണ്ടെന്ന് പറ്റിയപ്പോൾ ആ മീൻ കാണാനില്ലെന്ന് പുഴയിൽ വന്നൊക്കെ എന്തൊക്കെ ഐതിഹ്യമുണ്ട്. അതുകൊണ്ട് മീൻ പിടിക്കത്തില്ല ഇവിടെ. കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിലെ അരുവിക്കര ഗ്രാമപഞ്ചായത്തിലെ അരുവിക്കര അണക്കെട്ട്
കരമനയാറിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഈ ആർച്ച് ഡാം 1934 പൂർത്തിയായത്. ഈ ഡാമിന്റെ ഉയരം ഏകദേശം 14 മീറ്ററും നീളം ഏകദേശം 83 മീറ്ററുമാണ്. കേരളത്തിലെ ജല ടൂറിസം കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഇതിന്റെ റിസർവോയർ. മനോഹരമായ മലമടക്കുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ജലസംഭരണിയുടെ അടുത്തായി ജലസേചന വകുപ്പ് നിർമ്മിച്ച് പരിപാലിക്കുന്ന ശിവ പാർക്ക് ടൂറിസ്റ്റുകളെ ഇവിടേക്ക് ആകർഷിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് പ്രാദേശിക ടൂറിസ്റ്റുകൾ. ട്രിവാൻഡ്രം സിറ്റിയുടെ ജലസേചന ആവശ്യങ്ങൾ നിറവേറ്റുന്നത് ഈ അരുവിക്കര ഡാമാണ്. നഗരത്തിലേക്ക് പൈപ്പ് വെള്ളം എത്തിക്കാനാണ് അരുവിക്കര ഡാം നിർമ്മിച്ചത്. 1933 സ്ഥാപിതമായ ട്രിവാൻഡ്രം വാട്ടർ വർക്സ് ഇന്ത്യയുടെ വൈസ്രോയി വെല്ലിംഗ്ടൺ പ്രഭുവിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. അന്ന് കരമനയാറ്റിൽ നിന്നുള്ള ജലവിതരണത്തിന്റെ ഉത്തരവാദിത്തം ഈ കമ്പനിക്കായിരുന്നു. അരുവിക്കര റിസർവോയറിൽ നിന്ന് ശുദ്ധീകരണത്തിന് ശേഷം നഗരത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗത്തുള്ള ഒബ്സർവേറ്ററി ടാങ്കിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നു. ഇതൊരു പുതിയ പ്ലാന്റിനോടൊപ്പം നഗരത്തിന്റെ സെൻട്രൽ സോണിലേക്ക് വെള്ളം വിതരണം ചെയ്യുന്നു. പേരൂർക്കടയിലെ ഓവർഹെഡ് ടാങ്കുള്ള മറ്റൊരു പ്ലാന്റ് നഗരത്തിലെ ഉയർന്ന പ്രദേശങ്ങളായ പേരൂർക്കട, ഉള്ളൂർ, മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്നു. അരുവിക്കര അണക്കെട്ടിന്റെ തീരത്ത് റിസർവോയറിലെ വെള്ളം പ്രയോജനപ്പെടുത്തി കുറച്ചു നാൾ മുമ്പ് ബോട്ട്ലിംഗ് പ്ലാന്റ് സ്ഥാപിച്ചിരുന്നു. അതായത് മിനറൽ വാട്ടർ ഒക്കെ ഉണ്ടാക്കി വിൽക്കുന്ന കമ്പനി. കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റേതാണ് ഈ പദ്ധതി. KIIDC. ജലശുദ്ധീകരണത്തിന്റെ വിവിധ ഘട്ടങ്ങൾക്ക് ശേഷം വെള്ളം കുപ്പിയിലാക്കി ഇവർ വിപണിയിലെത്തിക്കുന്നു. നമ്മൾ അങ്ങനെ ഡാമിന്റെ സൈഡിൽ നിന്നുള്ള കാഴ്ച കണ്ട ശേഷം തിരികെ റോഡിലേക്ക് പാർക്കിലൂടെ കയറി പോവുകയാണ്. കുറെ കുട്ടികൾ പോയി കഴിഞ്ഞു. ഇഷ്ടംപോലെ കുട്ടികൾക്ക് കളിക്കാൻ ഇടമുള്ള ശിവ പാർക്കിലൂടെ നേരെ മുകളിലേക്ക്. കൂടുതൽ കാഴ്ചകൾക്കായി ഡാമിന്റെ താഴേക്ക് ഇറങ്ങാനുള്ള പടിയിൽ കൂടി ഇറങ്ങിപ്പോകുവാണ്. ഇവിടെ നിന്നാകുമ്പോൾ കുറച്ചുകൂടെ വ്യത്യസ്തമായ വ്യൂ കിട്ടും. ട്രിപ്പ് അല്പം സാഹസികമാവുകയും ചെയ്യും. അവിടെ ആണെങ്കിൽ ഷട്ടറിന്റെ അടുത്ത് ഇത്രയും അടുത്ത് വെള്ളം കാണാൻ പറ്റത്തില്ല. ഇവിടെയുള്ള ഈ കോൺക്രീറ്റ് തൂണുകൾ എന്തിനുള്ളതാണെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് അതിന്റെ മേൽ കയറി നടന്നു നോക്കുവാണ്. ഇവിടെ നിൽക്കുമ്പോഴാണ് അതിന്റെയും മുമ്പ് നമ്മൾ പറഞ്ഞ അല്പം കൂടെ പ്രകൃതി രമണീയമായ സ്ഥലം നമ്മൾ കണ്ടത്. ഇത് കഴിഞ്ഞ് നമുക്ക് അവിടേക്ക് പോകണം. അതിന്റെ എൻജോയ്മെന്റ് കിട്ടില്ലേ? അങ്ങോട്ട് പോകൂ, 2 എണ്ണമുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, കാണുന്നതാണ് ഡാം. നല്ല കിടിലൻ കാഴ്ചയല്ലേ? താഴെക്കൂടെ വെള്ളം ഒഴുകുന്നുണ്ട്, നല്ല മനോഹരമായിട്ടുണ്ട്, നല്ല സ്ഥലമാണ്. പക്ഷെ ആ ഡാമിന് അടുത്തോട്ട് അപ്പുറ സൈഡ് വഴി പോകാനാവത്തില്ല, അതെല്ലാം ക്ലോസ് ചെയ്തിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇവിടെ അടുത്തൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിന്റെ പരിസരത്തൂടെ വേണം നമ്മൾ നേരത്തെ അങ്ങ് ദൂരെ കണ്ട ഡാമിൽ നിന്നും ഒഴുകിപ്പോകുന്ന വെള്ളത്തിന്റെ കാഴ്ച അടുത്ത് കാണാൻ പോകാൻ. അത് കാണാൻ വേണ്ടി ആ പടികൾ ഇറങ്ങുന്നത് പാറക്കെട്ടിലേക്കാണ്. കൂറ്റൻ പാറകൾക്കിടയിലൂടെ പല തട്ടുകളിൽ പടർന്നിറങ്ങുന്ന വെള്ളച്ചാട്ടം പോലെ ഡാമിൽ നിന്നും വരുന്ന വെള്ളം കുതിച്ചൊഴുകുവാണ്. അനേകം ആളുകൾ ഈ വെള്ളത്തിൽ കുളിക്കാനായി വരുന്നുണ്ട്. അതും വിശ്വാസത്തിന്റെ ഭാഗമാണോ എന്നറിയില്ല. അതോ ഇനി നല്ല വെള്ളം ഉള്ളത് കൊണ്ടും പുഴയിൽ കുളിക്കുന്നതിന്റെ സുഖം വ്യത്യസ്തമായതുകൊണ്ടുമാണോ എന്തോ. വേറെ ചിലർ ഫോട്ടോകൾ പകർത്തുന്നു. ഞങ്ങളെപ്പോലെ വ്ലോഗ് ചെയ്യാൻ വന്നവരെയും ഞങ്ങൾ കണ്ടു, പരിചയപ്പെട്ടു. അവര് തിരുവനന്തപുരം പൈലുകൾ തന്നെ. അങ്ങനെ ആ നാട്ടുകാർക്ക് സുപരിചിതമായ ഒരു അടിപൊളി സ്ഥലമാണിത്. പിന്നെയും മുമ്പോട്ട് പല രീതിയിൽ വെള്ളം ഇങ്ങനെ ആർത്തിരച്ച് ഒഴുകി മറിയുകയാണ്. എന്തുകൊണ്ടും ആ ഡാമിന്റെ കാഴ്ചയേക്കാൾ ഭംഗിയേറിയ കൊതിപ്പിക്കുന്ന വ്യൂ അത് ഈ ഭാഗം തന്നെയാണ്. ഇവിടെ നിന്നും കാണുന്ന ആ പാലത്തിന്റെ പേര് ഗൂഗിൾ പറഞ്ഞത് അരുവിക്കര വെള്ളനാട് പാലമെന്നാണ്. ഉള്ളതാണോടെ? എന്തിനായാലും കാണാൻ കൊള്ളാപ്പി.
ശരിക്കും പറഞ്ഞാൽ കരമനയാറ്റിൽ അരുവിക്കരയിലുള്ള വെള്ളച്ചാട്ടമാണിത്. പറഞ്ഞൊഴുകിയും ഇളകി മറിഞ്ഞും ആർത്തിരമ്പിയും പല തട്ടുകളിലായി കുത്തിയൊലിക്കുന്ന വെള്ളച്ചാട്ടങ്ങൾ നിറഞ്ഞ ഒരിടം. എന്നാൽ വിശ്വാസത്തിന്റെ ഭാഗമായി കൂടി ഉപയോഗിക്കുന്ന സ്ഥലമാണെങ്കിൽ വരുന്ന കാഴ്ചക്കാരും ആ സ്ഥലത്ത് ആ മാന്യത കാണിക്കണമല്ലോ. ഞങ്ങൾ പൊതുവെ ഒരു സ്ഥലം സന്ദർശിക്കുമ്പോൾ അവിടെ ഞങ്ങൾക്ക് എനർജി കൂടുതലാണെന്ന് കാണിക്കാൻ എല്ലാവരുടെയും മുമ്പിൽ കിടന്ന വലിയ ശബ്ദമുണ്ടാക്കാറില്ല. കാരണം ശാന്തമായി ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ വരുന്നവരാണ് ഏറെയും. അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ മനോഹരമായ ആ സ്ഥലത്തിന്റെ യാതൊരു ഭംഗിയും നശിപ്പിക്കാതെ അവയെ ആസ്വദിച്ച് ഞങ്ങളുടെ പ്രേക്ഷകരായ നിങ്ങളിലേക്ക് ഏറ്റവും മനോഹരമായ കാഴ്ചകൾ എത്തിക്കുകയും പുതിയ സുഹൃത്തുക്കളെ പരിചയപ്പെട്ട് പുതിയ സംസ്കാരങ്ങളെയും വിശ്വാസങ്ങളും ആശയങ്ങളും ചിന്തകളും അറിയിക്കുകയുമാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. അപ്പോൾ ഇതാണ് അരുവിക്കര ഡാമിന്റെ വിശാലമായ കാഴ്ച. മനോഹരമായ അരുവിക്കര ഡാമിന്റെ കാഴ്ചകളാണ് നിങ്ങളിവിടെ ഇതുവരെയും കണ്ടുകൊണ്ടിരുന്നത്. നമ്മളോട് വെച്ച് കുറെ പുതിയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടുകയുണ്ടായി. ഇവിടെ വെച്ച് കുറെ പുതിയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടുകയുണ്ടായി. അവരും ബ്ലോഗേഴ്സൊക്കെയാണ്. അതെ. അപ്പോൾ എന്തായാലും അവരുടെ ചാനലിന്റെ പേര് താഴെ മെൻഷൻ ചെയ്യാം. ചാനലിന്റെ പേര് വിൻ ബ്ലോഗ് എന്നാണ്, BWIN ബ്ലോഗ്. അപ്പോൾ നമുക്ക് എന്തായാലും അവർ ഈ നാട്ടുകാരാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടാകാം അല്ലേ? അതെ, തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഈ സ്ഥലത്തു നിന്ന് പോവുകയാണ് അടുത്ത സ്ഥലത്തേക്ക്. മനോഹരമായ ഈ വെള്ളച്ചാട്ടം അല്ലെങ്കിൽ ഡാമിൻ്റെ വെള്ളച്ചാട്ടം പോലെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് പുറവശത്ത്. ഇഷ്ടംപോലെ ആൾക്കാർ കുളിക്കാൻ വന്നുകൊണ്ട് തന്നെ അതിൻ്റെ അപ്പുറത്തെ വ്യൂസ് കാണിക്കാൻ പറ്റത്തില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യൂ. അടുത്ത മനോഹരമായ വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.